ഹായ്, ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 7-ൽ നിന്ന് പുറത്താവുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 6 പേരാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ആ 6 പേർ അക്ബർ, ഷാനവാസ്, നെവിൻ, നൂറ, ലക്ഷ്മി, ആര്യൻ ഇവരാണ്. 2 സ്ട്രോങ് പ്ലേയേഴ്സ്, അതായത് അനുമോൾ, അനീഷ്. ഇവർ രണ്ടുപേരും പുറത്താണ്. ഇവർ നോമിനേഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് മറ്റു പലർക്കും മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൺഒഫീഷ്യൽ പോളിൽ റിസൾട്ട് ഇങ്ങനെയാണ്. അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമന്റ്സ്, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അൺഒഫീഷ്യൽ പോളിൽ നമ്പർ 1 അത് ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് ഈ വീക്ക് എന്തായാലും പുറത്തു പോകില്ല. വമ്പൻ മുന്നേറ്റമാണ് ഷാനവാസ് കാഴ്ചവെക്കുന്നത്. 1-ാം സ്ഥാനം ഷാനവാസിനാണ്. 2-ാം സ്ഥാനം നൂറയ്ക്ക് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. നൂറയ്ക്കും നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട്. 3-ാം സ്ഥാനത്ത് ഇപ്പോൾ ആര്യനാണുള്ളത്. ആര്യനും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട്. 4-ാം സ്ഥാനത്ത് ലക്ഷ്മിയാണുള്ളത്. ലക്ഷ്മിക്കും ആവറേജ് വോട്ട് വരുന്നുണ്ട്. 5-ാം സ്ഥാനത്ത് അക്ബറിന് വലിയ രീതിയിലൊന്നും വോട്ട് വരുന്നില്ല, എന്നാലും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട്. ഏറ്റവും അവസാനം നെവിനാണുള്ളത്. അതായത് 6-ാം സ്ഥാനം നെവിൻ. ഇവിടെ ഹോട്ട്സ്റ്റാർ വോട്ടിൽ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഞാനിത് അൺഒഫീഷ്യൽ പോളാണ് പറഞ്ഞത്, പക്ഷേ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതായത് ഷാനവാസ് എന്തായാലും പുറത്തു പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ബാക്കി എല്ലാവർക്കും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നൂറയ്ക്ക് ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയും അനുമോളും ഇപ്രാവശ്യം നോമിനേഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നൂറയ്ക്ക് അത്യാവശ്യം വോട്ട് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതായത് അവരുടെ ഫാൻസ് നൂറയ്ക്ക് വോട്ട് ചെയ്യും. അതുപോലെ ആര്യന് അത്യാവശ്യം വോട്ടുണ്ട്. പുറത്തുപോയ ജിസേലിന്റെ ഫാൻസ്, അങ്ങനെ കുറെ വോട്ടുകൾ ആര്യന് വരുന്നുണ്ട്. ആര്യനും വലിയ പ്രശ്നമുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്മിക്ക് അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട്. അത് അനീഷിന്റെ കുറച്ച് വോട്ടാണ്. അനീഷിന്റെ വോട്ടുകൾ ലക്ഷ്മിക്ക് കയറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലക്ഷ്മി ബുദ്ധിപരമായി അനീഷിനെ സോപ്പിട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അനീഷിന്റെ കുറച്ച് വോട്ട് ലക്ഷ്മിക്ക് കയറുന്നുണ്ട്. അവിടെ ലക്ഷ്മിയും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ പെട്ടിരിക്കുന്നത് അക്ബറും നെവിനുമാണ്. അനുമോൾ നെവിൻ വഴക്ക്. അതുകൊണ്ട് തന്നെ നെവിന് ചിലപ്പോൾ അനീഷിന്റെ വോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറച്ച് അനീഷ് ഫാൻസിന്റെ വോട്ട് നെവിന് കയറാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പൊന്നുമില്ല. ഇവിടെ നെവിൻ പ്രശ്നത്തിൽ തന്നെയാണ്. പുറത്താവാൻ സാധ്യതയുള്ള ഒരാൾ നെവിനാണ്. അതുപോലെ തന്നെ അക്ബറിന് ഈ പുറത്തുപോയ അപ്പാനിയുടെയും അതുപോലുള്ള ആൾക്കാരുടെ വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ഒരാളുടെയും വോട്ട് സ്പ്ലിറ്റായിട്ട് ഈ പറയുന്ന അക്ബറിന് വരില്ല എന്നുള്ളതുകൊണ്ട് അക്ബർ വളരെയേറെ പേടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഡേഞ്ചറായി നിൽക്കുന്നത് 2 പേർ, ഒന്ന് നെവിനും ഒന്ന് അക്ബറുമാണ്. ഒന്നും പറയാൻ പറ്റില്ല. നൂറ, ലക്ഷ്മി, ആര്യൻ ഇവരുടെ കാര്യവും പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രശ്നത്തിൽ ഈ പറയുന്ന അക്ബറും നെവിനും തന്നെയാണ്. എന്താണ് എന്ന് നമുക്ക് നോക്കിക്കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.